ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ ബജറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കായിട്ടുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. NPV എന്ന് പറയും. NPV ഒരു ഡിസ്കൗണ്ട് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു മോഡേൺ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. Under this method, present value of all cash inflow is compared against present value of all cash outflow. ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും എന്തായിട്ട് കമ്പയർ ചെയ്യും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് കാൾഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് NPV. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടെത്തും, അത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യും. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന് പറഞ്ഞ പേരാണത് NPV. അതായത് NPV ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ആണ്. NPVയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഏറ്റവും മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണിയാണ്. എല്ലാ ഡിസ്കൗണ്ട് ടെക്നിക്കിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് അതെന്തായിരിക്കും? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും എന്നതാണ്. യൂസസ് ക്യാഷ് ഫ്ലോ നോട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഇവിടെ എന്താണ്? ക്യാഷ് ഫ്ലോ ആണ്. ARനെ പോലെ എന്തല്ല, ARRൽ നമ്മൾ എന്തെടുത്തത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്. ഇവിടെ ക്യാഷ് ഫ്ലോ ആണ്. കൺസിഡർ എൻ്റർ ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. എല്ലാ ലൈഫ് അല്ലെ മൊത്തം ക്യാഷ് ഇൻഫ്ലോസ് നമ്മളിവിടെ എടുക്കും. മെഷർ അബ്സല്യൂട്ട് പ്രോഫിറ്റബിലിറ്റി. ഈ NPV നമ്മൾ കണ്ടെത്തുന്നത് അബ്സല്യൂട്ട് പ്രോഫിറ്റബിലിറ്റി ആണ്. ഹെൽപ്സ് ഇൻ വെൽത്ത് മാക്സിമൈസേഷൻ. അതായത് ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. കൺസിഡർ റിസ്ക് ത്രൂ ഡിസ്കൗണ്ട് റേറ്റ്. റിസ്ക് കൺസിഡർ ചെയ്യും എന്തിലൂടെ? ഡിസ്കൗണ്ട് റേറ്റിലൂടെ. അപ്പോൾ എന്താണ് NPV? NPVയുടെ അഡ്വാൻറ്റേജസ് കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, NPV നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. NPV നെഗറ്റീവ് ആവാം, NPV 0 ആവാം. NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. എപ്പോഴാണ് പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക? NPV പോസിറ്റീവ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, NPV നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ദെൻ NPV 0 ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ IRR എന്ന് പറഞ്ഞാൽ എന്താണ്? NPV ഈസ് ബിക്കം 0 ആണെന്ത്? IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NPV മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി 2 projects ആൻഡ് സജസ്റ്റ് വിച്ച് ഓഫ് ദി പ്രൊജക്ട്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് അസ്യൂമിങ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് 10%. അതായത് 2 പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. ഈ 2 പ്രൊജക്റ്റിൻ്റെയും NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണാം. എന്നിട്ട് ഏത് പ്രൊജക്റ്റാണ്, പ്രൊജക്റ്റ് X ഉണ്ട്, പ്രൊജക്റ്റ് Y ഉണ്ട്, ഏത് പ്രൊജക്റ്റാണ് ആക്സെപ്റ്റ് ചെയ്യുക? ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്? 10%. അപ്പോൾ 10% ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം. പ്രസൻറ്റ് വാല്യൂ ടേബിൾ വെച്ചിട്ട് 10% ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം. പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് Xന് 20,000ഉം പ്രൊജക്റ്റ് Yക്ക് 30,000ഉമാണ്. ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ്, പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 years ആണ്. Xും 5 years ആണ്, Yയും 5 years ആണ്. ദെൻ സ്ക്രാപ്പ് വാല്യൂ Xന് 1000ഉം Yക്ക് 2000ഉമാണ്. ഓക്കെ അല്ല. പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. അതായത് ക്യാഷ് ഫ്ലോ ആണ് നൽകിയിട്ടുള്ളത്. പ്രൊജക്റ്റ് Xൻ്റെ ക്യാഷ് ഫ്ലോ ഫസ്റ്റ് ഇയർ 5,000 ആണ്, സെക്കൻഡ് ഇയർ 10,000 ആണ്, തേർഡ് ഇയർ 10,000, ഫോർത്ത് ഇയർ 3,000, ഫിഫ്ത്ത് ഇയർ 2,000. ദെൻ പ്രൊജക്റ്റ് Yൻ്റെ നൽകിയിട്ടുണ്ട് 20,000, 10,000, 5,000, 3,000 ആൻഡ് 2,000. അപ്പോൾ ഇനി നമുക്ക് NPV എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പ്രൊജക്റ്റ് Xൻ്റെ ആണ് കാണുന്നത് അല്ലേ. ഫസ്റ്റ് കോളം ഇയർ, ഇവിടെ 5 വർഷമാണ്, ആ 5 വർഷം എഴുതുന്നു. ദെൻ ക്യാഷ് ഇൻഫ്ലോ, Xൻ്റെ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. 5 വർഷത്തിൻ്റെയും ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. ഫസ്റ്റ് വർഷം 5,000 ആണ്, സെക്കൻഡ് ഇയർ 10,000 ആണ്, തേർഡ് ഇയറും 10,000 ആണ്, ഫോർത്ത് ഇയർ 3,000, ദെൻ ഫിഫ്ത്ത് ഇയർ 2,000. ഇനി സ്ക്രാപ്പ് ഉണ്ട്. 5ാമത്തെ വർഷമാണ് സ്ക്രാപ്പ് കാണിക്കേണ്ടത്.
പുതിയ വർഷം എന്നല്ല. അപ്പോൾ സ്ക്രാപ്പിൻ്റെ തരണം. സ്ക്രാപ്പിൻ്റെയും പ്രസൻറ്റ് വാല്യൂ നമ്മളിവിടെ കാണണം. സ്ക്രാപ്പ് 1000 ആണ്. ഇനി നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം. 10% DF ആണ് മൂന്നാമത്തെ കോളം. ഡിസ്കൗണ്ട് ഫാക്ടർ അപ്പോൾ 10% ഡിസ്കൗണ്ട് ഫാക്ടർ. പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ 10% ഡിസ്കൗണ്ട് ഫാക്ടർ. ഇതാണ് 10%. അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എത്ര വർഷം വരെയാണ്? 5 വർഷം വരെ. അപ്പോൾ 5 വർഷം വരെയുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കാം അല്ലേ. 0.909, 0.826, 0.751, 0.683, അതുപോലെ തന്നെ 0.621. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. ഓക്കെ, 5 വർഷത്തിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എടുത്ത് എഴുതുന്നു. ദെൻ സ്ക്രാപ്പ് ചോദ്യത്തിൽ വന്നാൽ മാത്രം ഇത് ചെയ്താൽ മതി. സ്ക്രാപ്പ് 1000 ആണ്. അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറും 5ാമത്തെ വർഷത്തിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതാം. പുതിയ വർഷമല്ല, 5ാമത്തെ വർഷമാണ് സ്ക്രാപ്പ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണ് അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറും 0.261 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. ഇവിടെ 5000 ഇൻറ്റു 0.909 എത്ര കിട്ടും അല്ലേ? നമുക്കിവിടെ 4554 കിട്ടും. അങ്ങനെ ഓരോന്നും ഗുണിക്കുക. ഇവിടെ 10000 ഇൻറ്റു 0.826 അങ്ങനെ ഗുണിച്ചിട്ട് അതിൻ്റെ ടോട്ടലാണ് 24227 കിട്ടും. 24227. അപ്പോൾ നമുക്ക് അല്ലേ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 24227 കിട്ടി. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറക്കാം. പ്രസൻറ്റ് ഔട്ട്ഫ്ലോ എത്രയാണ്? 20,000 ആണ്. പ്രൊജക്റ്റിൻ്റെ അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. ഔട്ട്ലേ 20,000 ആണ്. അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ 1 തന്നെ ആയിരിക്കും. എപ്പോഴും എന്തിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ഒന്നായിരിക്കും? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 1 അല്ലേ 20,000 ഇൻറ്റു 1 ആണ് വരിക. അപ്പോൾ എന്ത് കിട്ടും? 20,000 കിട്ടും. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 24227 കിട്ടും. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 20,000. ഇപ്പോൾ NPV എത്ര കിട്ടി അല്ലേ? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NPV എത്ര കിട്ടും? NPVയുടെ 4227 എന്നുള്ള NPV കിട്ടും. 4227 NPV ലഭിക്കും. ഓക്കെ അല്ല? അപ്പോൾ ഇവിടെ NPV 4227 ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ 4227 കിട്ടും. NPV ഇതാണ് ആൻസർ. NPV 4227 ആണ്. നെക്സ്റ്റ് പ്രൊജക്റ്റ് വൈഡ് NPV കാണാം. ഫസ്റ്റ് ഇയർ 5 വർഷമാണ് പ്ലസ് സ്ക്രാപ്പ് ഉണ്ട്. ദെൻ ക്യാഷ് ഇൻഫ്ലോ ഫസ്റ്റ് വർഷം 20,000 ആണ്. സെക്കൻഡ് 10,000, ദെൻ 5,000, 3,000, ഫിഫ്ത്ത് ഇയർ 2,000, സ്ക്രാപ്പും 2,000 ആണ്. ഇനി ഡിസ്കൗണ്ട് ഫാക്ടർ 10% ആയതുകൊണ്ട് യാതൊരു മാറ്റമില്ല. സെയിം ഡിസ്കൗണ്ട് ഫാക്ടർ തന്നെയാണ്. അതും അതേമാതിരി എഴുതുക. ഇനി നെക്സ്റ്റ് കോളം പ്രസൻറ്റ് വാല്യൂ ആണ്. ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ ഗുണിച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അങ്ങനെ പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ 34,728 എന്ന് കിട്ടും. ഇനി എന്താണ് NPV കാണാനുള്ള ക്വസ്റ്റ്യന്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 34,728 ആണ്. ഔട്ട്ഫ്ലോ എത്രയാണ് അല്ലേ? ഔട്ട്ഫ്ലോ നമ്മുടെ ചോദ്യത്തിൽ 30,000 ആണ്. അപ്പോൾ ഇൻഫ്ലോ എന്ന് ഔട്ട്ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ 34,721 30,000 കുറച്ച് കഴിഞ്ഞാൽ 4,728 എന്ന് കിട്ടും. NPV 4,728 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 2 NPV കിട്ടി അല്ലേ? പ്രൊജക്റ്റ് എക്സിന് 4,227 പ്രൊജക്റ്റ് വൈക്ക് 4,728. ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ NPV ഉള്ളത് അല്ലെ? പ്രൊജക്റ്റ് വൈക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് പ്രൊജക്റ്റ് വൈ. ഇറ്റ് ഈസ് ഹയർ NPV ദാൻ പ്രൊജക്റ്റ് എക്സ്. പ്രൊജക്റ്റ് എക്സിനേക്കാൾ NPV കൂടുതലായിരിക്കാണ് പ്രൊജക്റ്റ് വൈക്കാണ്. അതുകൊണ്ട് പ്രൊജക്റ്റ് വൈ ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. അടുത്ത ഡിസ്കൗണ്ട് ടെക്നിക്കാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. PI എന്ന് പറയും. മറ്റൊരു പേരാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പെർസെൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ തമ്മിലുള്ള
റിലേഷൻഷിപ്പാണ്. അതായത് പെർസെൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പെർസെൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക്. എന്താണ്? അതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ് യൂസ് ടു ഇവാലുവേറ്റ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ്, ഇതാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ NPV ഡിഫറൻസ് ആണ്, ഇവിടെ ഡിവിഷനാണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ കിട്ടിയാൽ തന്നെ PI കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി പഠിക്കും. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മറ്റു പേരെന്താണ്? ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഇക്വേഷൻ എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. തന്നെയാണ് നമ്മൾ പറഞ്ഞ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇനി PI ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. PI ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഇൻഡിഫറൻ്റ് ആണ്. PI ലെസ് ദാൻ 1 ആണെങ്കിൽ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഡിസിഷൻ റൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. PI ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. PI ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻഡിഫറൻ്റ് ആണ്. PI ലെസ് ദാൻ 1 ആണെങ്കിൽ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, IRR. IRR എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു NPV കാണുമ്പോൾ NPV പോസിറ്റീവ് വരാം, NPV നെഗറ്റീവ് വരാം. NPV 0 ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണത് IRR. IRR ഈസ് ദി ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രൊജക്റ്റ് ബിക്കം 0. NPV 0 ആകുമ്പോൾ നമ്മൾ എന്ത് പറയുക? IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. IRR ഈസ് ദി റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് അറ്റ് വിച്ച് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്തിന് ഈക്വൽ ആവുക? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോക്ക് ഈക്വൽ ആവും. ദാറ്റ് മീൻസ് NPV 0. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണത് IRR. അതായത് NPV ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു? കട്ട് ഓഫ് റേറ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ഓഫ് റേറ്റ് ആണെന്ത്? IRR. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ എന്താണ് NPV, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. NPV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും നമ്മളെ ഡിഫറൻസ് ആണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ദെൻ IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. NPV 0 ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? IRR എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.